ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിൽ ചുള്ളാക്കുഴി. വെൽക്കം ടു പാണ്ഡ ബ്രോസ് ട്രാവൽ വ്ളോഗ്സ്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ദത്ത് ജില്ലയിലേക്കാണ് കേട്ടോ. ദത്ത് ജില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ നമ്മൾ ഈ ജില്ലേനെ തമിഴ്നാട്ടിൽ നിന്ന് ദത്തെടുക്കുകയാണ് ചെയ്തത്. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരിനെ തമിഴ്നാട്ടിൽ കൊടുത്തിട്ട് തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്ന ഈ ജില്ലേനെ നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ജില്ലേനെ കേരളത്തിൻ്റെ ദത്ത് ജില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഈ ജില്ല കേരളത്തിൻ്റെ നെല്ലറയാണ്. ജില്ല ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്വന്തം പാലക്കാട്. ഇന്ന് നമ്മുടെ യാത്ര ഈ പാലക്കാട് ജില്ലയിലേക്കാണ്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ഈ ടിപ്പു സുൽത്താൻ പാലക്കാട് കോട്ട നിർമ്മിക്കാനുള്ള കാരണം എന്താണ്? ഈ സത്യത്തിൽ ഈ ടിപ്പു സുൽത്താൻ്റെ കോട്ട നിർമ്മിച്ചത് ആരാണ്? അപ്പോൾ അതിൻ്റെയൊക്കെ ചരിത്രമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി പാണ്ഡ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് ടൗണിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട. ടിപ്പു സുൽത്താൻ്റെ അച്ഛനായ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി 1766 പണിയെടുപ്പിച്ചതാണ് ഈ കോട്ട. പിന്നീട് ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും കോട്ട പുനരുദ്ധരിക്കുകയും ചെയ്തു. പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പാണ് സംരക്ഷിക്കുന്നത്. കോട്ടയ്ക്കകത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. പ്രവേശന ഫീസ് ഒരാൾക്ക് 25 രൂപയാണ്. പാലക്കാട് കോട്ടയുടെ ചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 1756 കോഴിക്കോട് സാമൂതിരിയുടെ ശല്യം ഒഴിവാക്കാനായി മൈസൂർ രാജാവിൻ്റെ ദിണ്ടികളിലെ സേനാനായകനായ ഹൈദരാലിയെ ക്ഷണിക്കാൻ പാലക്കാട് രാജാവായി ഇട്ടിക്കൊമ്പി അച്ഛൻ തീരുമാനിച്ചു. 1757 തൻ്റെ സുഹൃത്തായ കല്ലേക്കുളങ്ങര രാഘവ പിഷാരടിയോട് ഒരു കോട്ടയ്ക്കുള്ള സ്ഥലം കാണാൻ ആവശ്യപ്പെട്ടു. ഇവിടെ നിന്നാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ജ്യോതിശാസ്ത്രം, തച്ചുശാസ്ത്രം എന്നിവയിൽ വിദഗ്ധനായിരുന്ന കല്ലേക്കുളങ്ങര രാഘവ പിഷാരടി രാവണോത്ഭവം ആട്ടക്കഥയുടെ കർത്താവെന്ന നിലയിലാണ് പിൽക്കാലത്ത് പ്രസിദ്ധനായത്. അന്ന് സാധാരണയായി പ്രചാരത്തിലിരുന്നത് മൺകോട്ടകളായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി കരിങ്കൽ കോട്ട പണിയാനായിരുന്നു തീരുമാനം. വടക്കോട്ട് ദർശനം വരുന്ന വിധത്തിൽ കോട്ടയ്ക്ക് തറക്കല്ലിട്ടു. വടക്കോട്ട് കോട്ടവാതിലും പടിഞ്ഞാറ് ദിക്കിൽ ആയുധപ്പുരയുമായിരുന്നു. ഹൈദരാലി ഖാൻ തെക്കേ മലബാറിൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന കാലമായിരുന്നു അത്. കോയമ്പത്തൂർ മലബാറുമായുള്ള വാർത്താവിനിമയ ബന്ധം ഊട്ടിയുറപ്പിക്കാനും മലബാറിൽ ആധിപത്യം ഉറപ്പിക്കാനുമുള്ള സങ്കേതമായി അദ്ദേഹം ഈ കോട്ടയെ വിഭാവനം ചെയ്തു. 1766 കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായി. സേനാ നായകനിൽ നിന്ന് മൈസൂർ രാജാവായുള്ള ഹൈദരാലിയുടെ വളർച്ച ഈ കാലത്താണ്. ഈ കാലത്ത് തന്നോട് ഇടയാൻ ശ്രമിച്ച ഇട്ടിക്കൊമ്പി അച്ഛനെ ഹൈദരാലി തടവിലാക്കി ശ്രീരംഗത്തേക്ക് കൊണ്ടുപോയി. വിശ്വസ്തനായ ഇട്ടിപ്പങ്ങി അച്ഛനെ പാലക്കാട്ടെ കരം പിരിക്കാൻ ചുമതലപ്പെടുത്തി. ഹൈദരാലിയെ തുടർന്ന് മകൻ ടിപ്പു സുൽത്താനും ഈ കോട്ടയിൽ ആധിപത്യം ഉറപ്പിച്ചു. രണ്ടാമത്തെ ഇംഗ്ലീഷ് മൈസൂർ യുദ്ധത്തിന്റെ ഭാഗമായി സർദാർ ഖാന്റെയും മേജർ ആബിംഗ്ടണിന്റെയും നേതൃത്വത്തിൽ നടന്ന യുദ്ധം, 1782 യുദ്ധം എന്നിവയിൽ ഈ കോട്ട നിർണായക പങ്കുവഹിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ ഫ്രഞ്ചുകാരനായ ലാലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെട്ടത് ഇവിടെ നിന്നാണ്. 1784 നവംബർ 15 ബ്രിട്ടീഷുകാർ കേണൽ ഫുള്ളർട്ടന്റെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ട 11 ദിവസത്തെ ആക്രമണത്തിനൊടുവിൽ കോട്ട പിടിച്ചടക്കി. സാമൂതിരിയുടെ ഭടന്മാരെ കാവലേൽപ്പിച്ച് സൈന്യം പിന്മാറി. എന്നാൽ അവരെ വൈകാതെ അവിടെ നിന്ന് തുരുത്തി മൈസൂർ സൈന്യത്തിന്റെ അധീനതയിലാക്കാൻ ടിപ്പുവിന് സാധിച്ചു. പിന്നീട് മൈസൂർ സൈന്യം നാണയം അടിക്കാനുള്ള സ്ഥലമായി ഈ കോട്ടയെ പ്രയോജനപ്പെടുത്തി. നിലവിലുണ്ടായിരുന്ന വീരരായൻ പണത്തിന് പകരം ഹൈദരാലി എന്ന നാണയമായിരുന്നു പ്രചരിപ്പിച്ചത്. വീരരായൻ പണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയായിരുന്നത്. 1786 സുൽത്താൻ പണം എന്ന പേരിൽ പുതിയ നാണയം ഇവിടെ നിർമ്മിച്ചു. 22 കാശ് ഒരു വീരരായൻ പണത്തിന് തുല്യമായിരുന്നു. ഒരു സുൽത്താൻ പണം ലഭിക്കാൻ 26 മുതൽ 28 വരെ കാശ് നൽകണമായിരുന്നു. 1788 കൊച്ചിയിലെ രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാനുമായി ടിപ്പു സുൽത്താൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കും ഈ കോട്ട സാക്ഷ്യം വഹിച്ചു. തിരുവിതാംകൂർ ആക്രമിക്കാനുള്ള തന്റെ ഉദ്ദേശം ശക്തൻ തമ്പുരാനോട് ടിപ്പു വെളിപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ്. ഇക്കാര്യത്തിൽ കൊച്ചിയുടെ സഹായം ആവശ്യപ്പെട്ടു. എന്നാൽ ശക്തൻ തമ്പുരാൻ തന്ത്രപരമായി ഒഴിഞ്ഞുമാറി. തന്നോട് വിധേയത്വം കാണിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് ടിപ്പു കത്തയച്ചത് ഇവിടെ വെച്ചാണ്. മച്ചാട്ടിളയത് ഇവിടെ വെച്ച് ടിപ്പുവിന്റെ ജാതകം ഗണിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ആ കഥ ഇപ്രകാരമാണ്. ഒരു തത്തയെ സ്വർണ്ണച്ചങ്ങലിൽ ബന്ധിച്ച് മുന്നിൽ നിർത്തിയ ശേഷം തത്തയുടെ മരണം എപ്പോഴാണെന്ന് ടിപ്പു മച്ചാട്ടിളയതിനോട് ചോദിച്ചു. മരണം ഉടനെയില്ലെന്നായിരുന്നു മറുപടി. ജ്യോതിഷത്തെ പരിഹസിച്ചുകൊണ്ട് ടിപ്പു വാളെടുത്ത് തത്തയെ വെട്ടി. വെട്ടുകൊണ്ടത് ചങ്ങലയിലായിരുന്നു. തത്ത പറന്നുപോയി. അതോടെ ടിപ്പുവിന് മച്ചാട്ടിളയതിനെ വിശ്വാസമായി. ഇതേ തുടർന്നാണത്രേ തന്റെ ജാതകം ഗണിക്കാൻ ആവശ്യപ്പെട്ടത്. പാലക്കാട് കോട്ടയിൽ താമസിക്കുകയാണെങ്കിൽ ജീവിതം സുരക്ഷിതമായിരിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതായി ഒരു കഥയുണ്ട്. 1790 പാലക്കാട്ടെ മൈസൂർ ആധിപത്യം പൂർണ്ണമായി തകർന്നു. അതോടെ കോട്ടയുടെ നിയന്ത്രണം പൂർണ്ണമായി ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി.
പിന്നീട് അവരുടേതായ മാറ്റങ്ങൾ വരുത്തി ഒരു ജയിലായി രൂപാന്തരപ്പെടുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത്. കോട്ടയ്ക്കുള്ളിൽ ഇപ്പോഴുള്ള ജയിൽ അതിൻ്റെ തുടർച്ചയാണ്. വരുതിക്ക് നിൽക്കാത്ത നാടുവാഴികളെയും മാടമ്പികളെയും തടവിൽ പാർപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഇവിടെ ഉപയോഗിച്ചിരുന്നു. പാലക്കാട് കോട്ടയുടെ മറ്റൊരു പ്രത്യേകത വേനലിൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന കരിങ്കൽ കെട്ടുകളോട് കൂടിയ കിടങ്ങാണ്. എത്ര സമർത്ഥനായ അശ്വസൈനികരും ചാടിക്കടക്കാനാകാത്തവണ്ണം വീതിയുള്ളതാണ് ഈ കിടങ്ങ്. ഒരു കോൽ മുതൽ 2 കോൽ വരെ നീളമുള്ള കരിങ്കൽ തൂണുകൾ ഒന്നിനു മീതെ ഒന്നായി അടക്കി പണിതിട്ടുള്ളതാണിത്. അർത്ഥശാസ്ത്രം വിവരിക്കുന്ന ജലദുർഗത്തിൻ്റെയും മഹീദുർഗത്തിൻ്റെയും അപൂർവ ചേരുവയാണ് ഈ കോട്ട. പ്രവേശന മുഖം വടക്കാണെങ്കിലും വാതിലിൻ്റെ ദർശനം പടിഞ്ഞാറേക്കാണ്. ഇന്ത്യ ഭരിച്ചിരുന്ന ഇസ്ലാം മതവിശ്വാസികളെല്ലാം തങ്ങൾ പണിത കോട്ടയ്ക്ക് മക്കയുടെ ദിക്ക് നോക്കി വാതിൽ പണിതിരുന്നു. പാലക്കാട് കോട്ടയുടെ പൂമുഖം ടിപ്പുവിൻ്റെ കാലത്താണ് കൂട്ടിച്ചേർത്തത്. പാലക്കാട് കോട്ടയുടെ അകത്ത് പ്രവർത്തിച്ചിരുന്ന സ്പെഷ്യൽ സബ് ജയിൽ മലമ്പുഴ മന്തക്കാടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രം കോട്ടയ്ക്കുള്ളിലുണ്ട്. കിഴക്കോട്ട് ദർശനം നൽകുന്ന ഹനുമാന് വടംമാല ചാർത്തുന്നത് അതിവിശേഷമാണ്. ഉപദേവതയായി ഗണപതി മാത്രമേയുള്ളൂ. പാലക്കാട് കോട്ട ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് സംരക്ഷിക്കുന്നത്. പാലക്കാട് കോട്ടയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പാലക്കാട് കോട്ടയിൽ നിന്നും ഞാൻ നേരെ പോയത് കൊല്ലംകോടേക്കാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊല്ലങ്കോട്. കേരളം തമിഴ്നാട് അതിർത്തിക്ക് സമീപം നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലുള്ള ഗ്രാമമാണ് കൊല്ലങ്കോട്. കേരളത്തിൽ വേങ്ങനാട് എന്നറിയപ്പെട്ട ഈ പ്രദേശം പിന്നീട് സാമൂതിരിയുടെ സാമന്തന്മാരായ കൊല്ലങ്കോട് രാജവംശത്തിന്റെ ഭരണത്തിലായിരുന്നു. നെൽവയലുകളുടെ പച്ചപ്പരപ്പ്, പാടവരമ്പുകളിൽ പീലി വിരിച്ചതുപോലെ തെങ്ങുകളും കരിമ്പനകളും, ഓലമേഞ്ഞ പുരകൾ, ഇല്ലിയും പൂച്ചെടികളും കൊണ്ട് തീർത്ത വേലിക്കെട്ട്, സഞ്ചരിക്കുന്ന വാഹനം ടൈം മെഷീൻ ആണോ എന്ന് സഞ്ചാരികൾക്ക് തോന്നിപ്പിക്കുന്ന പാലക്കാടൻ ഗ്രാമകാഴ്ചകൾ. ഇന്നലകളിലെ കേരളത്തിൻ്റെ ഗ്രാമത്തനിമ ഇന്ന് നിലനിർത്തുന്ന കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൊല്ലങ്കോട് നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന താമരപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണിത്. നെൽവയലിലെ വരമ്പുകൾ പൂച്ചെടികൾ കൊണ്ട് നട്ടുപിടിപ്പിച്ച് അതിമനോഹരമാക്കിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. താമരപ്പാടത്തേക്ക് പ്രവേശിക്കാൻ മുതിർന്നവർക്ക് 30 രൂപയാണ് ഫീസ്. അതിമനോഹരമായി താമരപ്പാടം കാണാൻ പറ്റുന്നവരുടെ തിരക്ക് വളരെയധികമാണ്. ഞായറാഴ്ച ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും വരുന്നവരുടെ എണ്ണം വളരെ അധികമാണ്. കൊല്ലങ്കോട് നമുക്ക് കാണാനുള്ളത് സീതാർകുണ്ട് വ്യൂ പോയിന്റ്, താമരപ്പാടം, അതുപോലെ തന്നെ ചിങ്ങഞ്ചിറ പ്രകൃതിക്ഷേത്രം എന്നിവയാണ്. കൊല്ലങ്കോടിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ ഗ്രാമീണത കാണാൻ സാധിക്കും. പഴയ ഓലമേഞ്ഞ വീടുകളും. താമരപ്പാടം കണ്ടു കഴിഞ്ഞാൽ നേരെ പോയത് ചിങ്ങഞ്ചിറ പ്രകൃതിക്ഷേത്രം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതിക്ഷേത്രമാണ് ചിങ്ങഞ്ചിറ. ആൽമരത്തിന് ചുവട്ടിലാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആൽമരത്തിൻ്റെ മുഴുവൻ വേരുകളും നിലത്ത് ആഴ്ന്നിറങ്ങിയതും വായുവിൽ തൂങ്ങിക്കിടക്കുന്നതുമാണ്. പടർന്ന് പ്രതലിച്ച മരങ്ങൾ പുതിയ മരങ്ങൾ ഉയർന്നു വരാൻ വഴിയൊരുക്കി. മരങ്ങൾ ചുറ്റിപ്പെട്ടിരിക്കുന്നതിനാൽ പ്രത്യേക വാസ്തുവിദ്യയില്ല. കറുപ്പുസ്വാമി, വേലമ്മ എന്നീ വേട്ടക്കാരായ ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠകളാണ് ആരാധനാമൂർത്തികൾ. നെല്ലിയാമ്പതി കുന്നുകൾ, ചിറ, മാമ്പഴത്തോട്ടം എന്നിവ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ്. കറുപ്പുസ്വാമി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുവഴി തെക്കോട്ട് അഭിമുഖമായുള്ള വിഗ്രഹം. പ്രദേശവാസികളുടെ അഭിപ്രായത്തിൽ 2 വലിയ ആൽമരങ്ങൾക്ക് 2000 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. നിരവധി സവിശേഷമായ ആചാരങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. സന്താനലബ്ധി, ഭവന സമർപ്പണം എന്നിവ കൈവരിക്കുന്നതിനായി പൂജകൾ നടത്തപ്പെടുന്നു. ശകുനദോഷമകറ്റാൻ തട്ടം നിവേദ്യം, നവഗ്രഹ പൂജ എന്നിവ നടത്തപ്പെടുന്നു. ആട്, കോഴി ബലി, പാചകമാണ് പ്രധാന ആചാരങ്ങൾ. തൊഴിലവസരം നേടുന്നതിനായി ഒരു ക്ഷേത്രമണി മരത്തിന്റെ വേരുകളിൽ തൂക്കിയിടുന്നു. ഇതിനെ മണികെട്ടൽ എന്ന് വിളിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയോട് അവസാനിക്കാനുണ്ടാ. ഈ പാലക്കാടിൻ്റെ ഉൾവഴി കൂടെ സഞ്ചരിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ പഴമയും തനിമയും ആ ഗ്രാമീണതയും ഇന്ന് നിലനിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന രൂപീകരണ സമയത്ത് പാലക്കാട് തമിഴ്നാടിൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ നമുക്ക് ഈ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകാനാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.